ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളും ഉള്ളതായിട്ടാണ് നാം ധരിക്കുന്നത്. ഇത് മാത്രമാണ് സത്യം എന്ന് ഭ്രമിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഇത് ക്ഷണികമാണ്. നീരാവി തണുത്ത് വെള്ളമായി, വെള്ളം തണുത്ത് ഐസാവുക. നീരാവിയേക്കാൾ ക്ഷണികമാണ് ജലം, ജലത്തേക്കാൾ ക്ഷണികമാണ് ഐസും. പക്ഷേ ഈ ഐസും വെള്ളവും എപ്രകാരം നീരാവിയാണോ, അതുപോലെ ആ പരമാത്മ ചൈതന്യത്തിൽ നിന്നും ഉണ്ടായതാണ് ഇതെല്ലാം. ഇവയെല്ലാം ക്ഷണികമാണ്. എന്നാൽ ക്ഷണികമായ ഇതിൽ നിന്നും ശാശ്വതമായതിലേക്കാണ് നാം എത്തിച്ചേരേണ്ടത്. ശാശ്വതമായതിൽ എത്തിച്ചേർന്നാൽ, ശാശ്വതമായതിൽ എത്തുക എന്ന് പറഞ്ഞാൽ എന്താ? വാസ്തവത്തിൽ നമ്മൾ ശാശ്വതമായത് തന്നെയാണ്, പക്ഷേ ക്ഷണികമായതാണെന്ന് തെറ്റിദ്ധരിച്ചു. ഈ തെറ്റിദ്ധാരണ നീങ്ങിക്കിട്ടിയാൽ മാത്രം മതി, മറ്റൊന്നും വേണ്ട. അതുകൊണ്ട് ഒരു കവി പറയുകയാണ്, ഉള്ളതല്ലാതുള്ളതിൽ നിന്നുള്ളതിൽ ചെല്ലാൻ നമ്മൾക്കുള്ളിണക്കം നല്ല പോലെല്ലാരിലും വേണം. ഉള്ളതല്ലാതുള്ളതിൽ നിന്നുള്ളതിൽ ചെല്ലാൻ, ഉള്ളതല്ലാത്ത വസ്തുവിൽ നിന്ന്, ഉള്ളതല്ലാത്തത് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി സത്യമായും ശാശ്വതമായും ഇല്ലാത്തതായ വസ്തുവിൽ നിന്നും ശാശ്വതമായതിലേക്ക് നമ്മൾ പോകണം. ഈ ശാശ്വതമല്ലാത്ത വസ്തുക്കൾ ശാശ്വതമാണെന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഈ തെറ്റിദ്ധാരണയാണ് നാം തിരുത്തേണ്ടത്. ഉള്ളതല്ലാതുള്ളതിൽ നിന്നുള്ളതിൽ ചെല്ലാം. ഉള്ളതല്ലാത്ത ഈ വസ്തുക്കളിൽ നിന്നും, ഈ ദൃശ്യപ്രപഞ്ചങ്ങളിൽ നിന്നും, ശബ്ദസ്പർശ രൂപ രസഗന്ധാദികൾ ഉള്ള ഈ വിഷയങ്ങൾ എല്ലാം വാസ്തവത്തിൽ ശാശ്വതമല്ല, അതുകൊണ്ട് ഉള്ളതല്ല. എന്നാൽ ഉള്ളതല്ലാത്തതിൽ നിന്നും ഉള്ളതിൽ എത്തിച്ചേരാൻ, ഉള്ളത് എവിടെയാ? അത് വേറെ ഒരിടത്തൊന്നുമല്ല, ഇതിൽ തന്നെ നിറഞ്ഞിരിക്കുന്നു. ഒരൈസിൽ തന്നെ ജലമുണ്ട്, നീരാവിയുമുണ്ട്. അത് ബോധിച്ചാൽ മതി. ഐസിൻ്റെ രൂപത്തിൽ ഭ്രമിക്കാതിരുന്നാൽ മതി. ഐസായി മാറിയപ്പോൾ അവിടെ രൂപമുണ്ട്, നിറമുണ്ട്, ഗുണമുണ്ട്, ശൈത്യമുണ്ട്. എന്നാൽ ഈ ഐസിൽ തന്നെ ജലവുമുണ്ട്, നീരാവിയുമുണ്ട്. ഐസ് മാത്രമാണ് ക്ഷണികമായത്. അതുകൊണ്ട് ഐസ് ഉള്ളതല്ലാത്തതാണ്. ഉള്ളതല്ലാതുള്ളതിൽ നിന്നുള്ളതിൽ ചെല്ലാൻ, ഉള്ളതല്ലാത്തതായതിൽ നിന്നും ഉള്ളതായതിലേക്ക് ചെല്ലാൻ നമ്മൾക്ക് ചില ക്വാളിഫിക്കേഷൻ, അതായത് ചില യോഗ്യതകൾ വേണം. അതെന്താണ്? ഉള്ളതല്ലാത്ത പ്രപഞ്ച വസ്തുക്കളിൽ നിന്നും ഉള്ളതായ ശാശ്വതമായ പരമാത്മാവിലേക്ക് തിരിച്ചെത്താൻ നമ്മൾക്ക് എന്താണ് വേണ്ട ഗുണം? ഉള്ളതല്ലാതുള്ളതിൽ നിന്നുള്ളതിൽ ചെല്ലാൻ നമ്മൾക്കുള്ളിണക്കം നല്ല പോലെല്ലാരിലും വേണം. അതാണ് വേണ്ടത്. ഉള്ളി ഇണക്കം. ഉള്ളുകൊണ്ട് ശത്രുതയാണല്ലോ ഇന്ന് പലർക്കുമുള്ളത്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു, ഉള്ളിണക്കമില്ലാത്തത് കൊണ്ടാണ്. ഉള്ളിണക്കമുണ്ടെങ്കിൽ, ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു കഷ്ടതയുണ്ടെങ്കിൽ, പണ്ട് സുനാമി ഉണ്ടായപ്പോൾ, ഭൂകമ്പം ഉണ്ടായപ്പോൾ, ഒരു നാട്ടിലുണ്ടായാൽ മറ്റു നാടുകളിൽ നിന്നും സഹായധനം വെള്ളം പോലെ ഒഴുകിയെത്തുന്നു. അതെന്തുകൊണ്ടാ? ഉള്ളിണക്കം. ഉള്ളിണക്കം ഉള്ളത് കൊണ്ടാണ്. ഉള്ളിണക്കം ഇല്ലെങ്കിൽ പരസ്പര വിരുദ്ധത, യുദ്ധമായിരിക്കും ഉണ്ടാവുന്നത്, ശത്രുതാ മനോഭാവമായിരിക്കും ഉണ്ടാവുന്നത്. എന്നാൽ ഉള്ളിണക്കമുണ്ടായാൽ ഏകത്വബോധമായി.
അവരും നമ്മളും ഏകരാണ്. എന്നെപ്പോലെ മറ്റുള്ളവരെ തന്നെ കാണുമ്പോൾ നമുക്ക് ഉള്ളിണക്കമുണ്ടാകുന്നു. ആ ഉള്ളിണക്കമാണ് ഉള്ളതല്ലാത്ത ഈ ജഗത് പദാർത്ഥങ്ങളിൽ നിന്നും ഉള്ളതായ പരമാത്മാവിൽ എത്തിച്ചേരാൻ നമുക്ക് വേണ്ട യോഗ്യത ഇണക്കമാണ്. എങ്ങനെ ഉള്ളിണക്കമുണ്ടാവുക? ഉള്ളിണക്കമുണ്ടാകണമെങ്കിൽ എന്നിൽ ഏതൊന്നാണോ നിറഞ്ഞിരിക്കുന്നത് അതാണ് സർവ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യം വരും. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നോട് തന്നെയാണ്, ഞാൻ തന്നെയാണ് മറ്റെല്ലാവരിലും എങ്കിൽ എനിക്കെല്ലാവരോടും സ്നേഹം തന്നെയല്ലേ? അതാണ് നാം വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ സ്നേഹം നമ്മുടെ സ്വരൂപമായി തീരും, സ്നേഹസ്വരൂപികളായി മാറും നമ്മൾ ഓരോരുത്തരും. അതിനാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പരമസത്യമാണിത്. ഉള്ളതല്ലാതുള്ളതിൽ നിന്നുള്ളതിൽ ചെല്ലാൻ നമ്മൾക്കുള്ളിണക്കം നല്ല പോലെല്ലാരിലും വേണം. ബന്ധമില്ല, ബന്ധുവില്ല, സ്വന്തമല്ലെന്നും നമ്മൾ കന്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്.